Morning. Classification of contract. Classification according to validity. Classification according to formation and performance. The first one, classification of contract according to legal validity. Also classified void contract, valid contract, voidable, illegal, unenforceable contract. Void contract and valid contract already discussed. The next one, voidable contract. The voidable contract, which is a deficient in only free consent, is called a voidable contract. That means it is a contract which is made under certain pressure, either physical or mental. ഫ്രീ കൺസെൻ്റ് ഇല്ലാതെ ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് സാധാരണഗതിയിൽ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. ഫ്രീ കൺസെൻ്റ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് കൊയേഷ്യം മുഖേനയായിരിക്കാം, അല്ലെങ്കിൽ അൺഡു ഇൻഫ്ലുവൻസ്, അതാണ് മെൻ്റലായിട്ട് ഫിസിക്കലായിട്ടുള്ള പ്രഷർ മൂലം ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും ചിലപ്പം എന്ത് ചെയ്യാം, ഇത്തരം കോൺട്രാക്റ്റുകൾ ഫോം ചെയ്യാം. മിസ്റ്റേക്ക് മുഖേന ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ, മെറ്റീരിയൽ ഫാക്റ്റ് ഡിസ്ക്ലോസ് ചെയ്യാതെ ഫോം ചെയ്യുന്ന, അതായത് ഒരു എഗ്രിമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാതെ മറച്ചു വെച്ചുകൊണ്ടൊരു കോൺട്രാക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് സാധാരണ ഇതിൽ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. Reason that can make a contract voidable include failure by one or both parties to disclose a material fact, mistake, misrepresentation, fraud, breach of contract. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ്, നിയമസാധ്യതയില്ലാത്ത കോൺട്രാക്റ്റാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. കൺസെൻ്റ് ഇല്ലാതെ പ്രഷർ മുഖേന ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എക്സസൈസ് 2i, he should sell his new bungalow to him at a nominal price. XYനോട് പറയുകയാണ് തൻ്റെ വീട് എനിക്ക് വിൽക്കണം. നോമിനൽ പ്രൈസ്, വളരെ കുറച്ച് പൈസ കുറച്ച്, സാധാരണഗതിയേക്കാളും പൈസ കുറച്ച് എനിക്ക് വിൽക്കണം. അതർവൈസ് ഹി വിൽ ഡാമേജ് ഹിസ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്, ആ ബംഗ്ലാവിന് ഡാമേജ് സംഭവിക്കും. അങ്ങനെ വൈ എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് ഡ്യൂ ടു ഫിയർ, പേടി കാരണം കൊയേഷ്യ മുഖേന അയാൾ എന്ത് ചെയ്തു, ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. ഇൻ ദിസ് സിറ്റുവേഷൻ ദ കോൺട്രാക്റ്റ് വോയിഡബിൾ ആസ് ദ കൺസെൻറ്റ് ഓഫ് വൈ ഈസ് നോട്ട് ഫ്രീ. വൈയുടെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ഈ കോൺട്രാക്റ്റ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഈ കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റാണ്, നിയമസാധ്യതയില്ലാത്ത കോൺട്രാക്റ്റാണ്. സോ ഹി ഹാസ് ദ റൈറ്റ് ടു അവോയ്ഡ് ദ പെർഫോമൻസ് ഈസ് പാർട്ട്. പെർഫോം ചെയ്യാൻ വൈക്ക് യാതൊരു നിർബന്ധവും, വൈക്ക് ഇതിൽ നിന്നും പിന്മാറാം. ആസ് വെൽ ആസ് ഹി ക്യാൻ ക്ലെയിം ഫോർ എനി ഡാമേജസ് കോസ്റ്റ് ടു ഹിം. എന്തെങ്കിലും ഡാമേജ് എക്സ് നടത്തിയിട്ടെങ്കിൽ അതിൻ്റെ ക്ലെയിം കൂടി ആർക്ക് വാങ്ങിക്കാം, എക്ക് വാങ്ങിക്കാം. നെക്സ്റ്റ് കോൺട്രാക്റ്റാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. A contract which has not properly fulfilled legal formation is called unenforceable contract. That means unenforceable contracts suffer from some technical defect like sufficient stamp, written form, legal procedure. After rectification of that technical defect, it becomes unenforceable or valid contract. എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്റ്റ് കൊണ്ട് സംഭവിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക്, ടെക്നിക്കൽ സ്റ്റാമ്പ് കൃത്യമായിട്ട് പതിക്കാത്ത എഗ്രിമെൻറ്റുകൾ, ലീഗൽ പ്രൊസീജിയർ ഇല്ലാത്ത, സൈനില്ലാത്ത എഗ്രിമെൻറ്റുകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റിനെ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്നാ പറയും. എ കോൺട്രാക്റ്റ് വിച്ച് ഹാസ് നോട്ട് പ്രോപ്പർലി ഫുൾഫിൽഡ് ലീഗൽ ഫോർമേഷൻ ഈസ് കോൾഡ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഇത് ഈ തെറ്റ് തിരുത്തിയാൽ, ഈ പ്രൊസീജിയറിൽ മാറ്റാൻ, സൈൻ ഇടാനാണെങ്കിൽ സൈൻ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാമ്പുകൾ കൃത്യമായിട്ട് പതിപ്പിച്ച് കഴിഞ്ഞാൽ ഈ
കോൺട്രാക്റ്റ് എന്തായി മാറും? വാലിഡ് കോൺട്രാക്റ്റായി മാറും. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ആൻ ഇൻഫീസിബിൾ കോൺട്രാക്ട് എ ആൻഡ് ബി ഡ്രാഫ്റ്റഡ് ദെയർ എഗ്രിമെൻറ്റ് ഓൺ ₹10. സ്റ്റാമ്പ് വേർ ഇറ്റ് ഈസ് ടു ബി റിട്ടേൺ ആക്ച്വലി ₹100 സ്റ്റാമ്പ്. ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്തു. അതിൽ 100 രൂപയുടെ സ്റ്റാമ്പ് വേണമായിരുന്നു. എത്ര മാത്രമേ പതിച്ചിട്ടുള്ളൂ? 10 രൂപേൻ്റെ സ്റ്റാമ്പ്. ഇതൊരു ടെക്നിക്കൽ ഡിഫക്റ്റാണ്. ഇനി 100 രൂപേൻ്റെ സ്റ്റാമ്പ് അവിടെ പതിക്കുകയാണെങ്കിൽ ഇതൊരു വാലിഡ് കോൺട്രാക്റ്റായി മാറും. നെക്സ്റ്റ് ആണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഇല്ലീഗൽ കോൺട്രാക്റ്റ് ആർ ദോസ് കോൺട്രാക്റ്റ് ഇൻ വിച്ച് ഈസ് ലീഗലി നോട്ട് സപ്പോർട്ടഡ് ഓർ ഇഫ് ദ കോൺട്രാക്റ്റ് ആസ് അൺലോഫുൾ ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. നോക്കാം. ഇല്ലീഗൽ കോൺട്രാക്റ്റ് വിച്ച് ആർ ഫോർബിഡൻ ബൈ ലോ. നിയമം മുഖേന തടഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലാണ് കോൺട്രാക്റ്റ് ഫോം ചെയ്തത് എങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെയാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു ₹10,000 ഇഫ് യു കിൽ മൈ വൈഫ്. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാണ്, രണ്ടാളും കൂടി 10,000 തരാം എൻ്റെ വൈഫിനെ കൊല്ലുകയാണ്. ദിസ് കോൺട്രാക്റ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോയിഡ് അബ് ഇനീഷ്യോ ഇൻവാലിഡ് ഫ്രം ദ വെരി ബിഗിനിങ്. ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ, ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ബിഗിനിങ്ങിൽ തന്നെ എന്താണ്? ഇൻവാലിഡാണ്. അതിനെയാണ് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ എൻ ഇല്ലീഗൽ പർപ്പസ്. ഒരു ഇല്ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത എഗ്രിമെൻ്റാണ്. ഒരു കൊട്ടേഷൻ നോക്കാം. ഓൾ ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ആർ വോയിഡ് ബട്ട് ഓൾ വോയിഡ് അഗ്രിമെൻ്റ് ആർ നോട്ട് ഇല്ലീഗൽ. എല്ലാ വോയിഡ് എഗ്രിമെൻറ്റും എന്താവണമെന്നില്ല? ഇല്ലീഗൽ ആകണമെന്നില്ല. എന്നാൽ എല്ലാ ഇല്ലീഗൽ എഗ്രിമെൻറ്റും എന്താണ്? വോയിഡ് അഗ്രിമെൻ്റ് ആണ്. അത് തുടക്കത്തിൽ തന്നെ അതെന്താണ്? ഇൻവാലിഡാണ്. നമുക്ക് ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്ട്. ഇല്ലീഗൽ കോൺട്രാക്ട് ആർ ദോസ് വിച്ച് ആർ പ്രോഹിബിറ്റഡ് ബൈ ലോ ഓർ അതർവൈസ് എഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ലോ. നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ, നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിനെ ഇല്ലീഗൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്റ്റ് എന്ന് പറയും. ജനറലി ദ ടേം ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. So an illegal agreement is one which is against the public policy or immoral or criminal in nature. An illegal contract is void ab initio, that is void from the very beginning. Thus an agreement to commit murder or assault or robbery would be illegal and void ab initio. The comparison of illegal contract and an unenforceable contract. The first one, the illegal contract. A contract between A and B to sell and purchase the drugs. According to the Indian law, selling of drug is illegal. This is an illegal contract, first one. The second one, the unenforceable contract. There is a proper stamp and legal document prescribed by Indian law while purchasing the house. നമ്മളിപ്പോൾ ഒരു വീടോ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റും വേണം, അതിനനുസരിച്ചുള്ള സ്റ്റാമ്പ് പേപ്പറുകളും വേണം. If the stamp or documentation are not in a prescribed manner, then it became unenforceable. കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ സ്റ്റാമ്പും ഇല്ലെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.